ഭാഗവത പുണ്യവുമായി പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ വ്യാസപ്രസാദം സത്സംഗ പരമ്പരയ്ക്ക് തുടക്കമായി. സംസ്കൃത അധ്യാപകനും സാഹിത്യകാരനും പ്രഭാഷകനുമായ പി. രമേശ് നമ്പീശനാണ് ആചാര്യൻ. ശനിയാഴ്ച ഋഷഭദേവൻ മക്കൾക്കു നൽകിയ ആത്മധനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. ബ്രഹ്മർഷി ദേവപാലൻ, പ്രൊഫസർ സാധു പത്മനാഭൻ, കെ. വിജയൻ മേനോൻ, രമേശ് കേച്ചേരി, എ. കെ. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗവത പുണ്യം നുകരുന്ന പരിപാടിയിൽ കണ്ണികളാകാൻ നൂറുകണക്കിന് പേരാണ് സഭാനികേതനിൽ എത്തിച്ചേർന്നത്. അപ്പോ വൈദ്യന്മാരെയൊക്കെ കുറെ കണ്ടു, അതും കാര്യം ഉണ്ടായില്ല. അപ്പൊ അന്ന് വരെ ഭാഗവതം കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല, മൂലം പോലും വീട്ടിലില്ല. അങ്ങനെ മനസ്സൊക്കെ മടുത്തങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ആചാര്യൻ ഇങ്ങനെ കേരളശ്ശേരി എന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വായനയുണ്ട്. അപ്പോൾ എൻ്റെ വായനക്കാരൻ നരേന്ദ്രൻ മാഷാണ്. നരേന്ദ്രൻ മാഷ കണ്ണോപ്പറേഷനായിട്ട് കോയമ്പത്തൂർക്ക് പോയി, മുൻകൂട്ടി അറിയിച്ചതുമില്ല. അപ്പം എനിക്ക് വായിക്കാൻ ആളില്ല, ഒന്ന് വരണം. ഞാൻ ചോദിച്ചു, നമ്പർ മാറിയോ? ഏയ് ഇല്ല. രമേശ് നമ്പീശനല്ലേ? അതെ. സംസ്കൃതം മാഷാന്ന് കേട്ടു. ഒക്കെ ശരിയാ, ഒന്ന് വന്ന് വായിച്ചു തരണം. അല്ല, എന്താ വായിക്കണമെന്ന് പറഞ്ഞത്? ഭാഗവത. സത്യം അറിയില്ല, ഒഴിവാക്കി തരണം. പറഞ്ഞാൽ പറ്റില്ല, ഇനി പാള കിട്ടില്ല. എൻ്റെ അടുത്ത് പുസ്തകം മൂലം പോലും ഇല്ല. എന്ത് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിക്കുന്നില്ല. ആളെ പേര് ഞാൻ പറയില്ല, വന്നേ തീരും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് താമരശ്ശേരി പോയി മൂലം ഗ്രന്ഥം അമ്മത്ത് അവിടെ നിന്ന് എടുത്ത് വന്നു. ഇത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ വായിക്കണം ഒന്നും നിശ്ചയില്ല. കേരളശ്ശേരി എത്തി. 3:30 മണിക്ക് ഇദ്ദേഹം പറഞ്ഞു, കുളത്ത് പോയി കുളിച്ചോളൂ, വന്നോളൂ, മാഹാത്മ്യം വായിക്കണം. ഓ, അതെന്താന്ന് പോലും അറിയില്ല. അപ്പോൾ ആദ്യത്തെ അധ്യായം ഉണ്ട്, അത് മാത്രം വായിക്കാം, ബാക്കി ഞാൻ പറഞ്ഞോളാം.